ഫുട്ബോൾ ചരിത്രത്തിലെ റൊണാൾഡോയുടെ ഏറ്റവും മോശം ഇയറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ 2026. ഈ വർഷം കളിച്ച ആദ്യത്തെ 3 മത്സരങ്ങളും അൽ നാസർ പരാജയപ്പെട്ടിരിക്കുകയാണ്. 3 മത്സരങ്ങൾ ഹാട്രിക് തോൽവി. കഴിഞ്ഞ മാച്ചിൽ 1-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു അൽ ഹിലാലിനോട് പരാജയപ്പെട്ടിട്ടുള്ളത്. അൽ നാസറിന്റെ റൈവൽ ടീമാണ് അൽ ഹിലാൽ. അറിയാലോ, 10 മത്സരങ്ങൾ തുടർച്ച വിജയിച്ച ടീമായിരുന്നു അൽ നാസർ. എന്നാൽ ഇപ്പോൾ അവസാനം കളിച്ച 4 കളിയും ജയിച്ചിട്ടില്ല. ഒരു സമനില, 3 തോൽവി, 7 പോയിന്റാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഒരു ലീഗ് ട്രോഫി സ്വപ്നം മാത്രം, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അൽ ഹിലാൽ ഇനി വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 7 പോയിന്റ് ഒന്നും ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയെ ഞാൻ കാണുന്നില്ല. അൽ ഹിലാൽ അത്രയും മികച്ച പെർഫോമൻസാണ് നടത്തുന്നത്. കഴിഞ്ഞ മാച്ചിനെ കുറിച്ച് പറയണം എങ്കിൽ, തുടക്കം മുതൽ അൽ ഹിലാലിന്റെ ഒരു ഡോമിനൻസ് നമ്മൾ കണ്ടിരുന്നു. അവർ തുടർച്ചയായിട്ട് അറ്റാക്കുകൾ ചെയ്തിരുന്നു. ഇവര് ആദ്യത്തെ ഒരു ഗോള് റൊണാൾഡോയിലൂടെ സ്കോർ ചെയ്യുന്നു, കളി ലീഡ് നേടുന്നു. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ അൽ നാസർ 1 ഗോളിന് ലീഡ്. സെക്കൻഡ് ഹാഫില് ഡിഫൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 4 മാനിന്റെ ഒരു ലൈനാണ്. ലൈൻ എന്ന് പറയുമ്പോൾ നീളത്തിന് ഇങ്ങനെ നിൽക്കുന്നതാണ് ലൈൻ, അല്ലേ? നിങ്ങൾ തിരുവാതിര കളിക്കുന്ന ആടാ, വട്ടത്തിൽ നിൽക്കുവന്മാര്. ആ ഒരു ഫസ്റ്റത്തെ ഗോളിന്റെ ആ ഒരു പെനാൾട്ടി ഇൻസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് മാർക്കിങ്, എന്താണ് അവിടെ ചെയ്തത്. ആ ഒരു പ്ലെയറിന് ആ ബോൾ കിട്ടി അവൻ ആ ബോക്സിനകത്ത് കയറുന്ന സമയത്ത് അവിടെ ഫൗള് ചെയ്തിട്ട് ആ ഒരു പെനാൾട്ടി കൊടുക്കുകയാണ് അൽ ഹിലാലിന്. അൽ നാസർ ഡിഫൻസിന്റെ ബ്ലണ്ടറാണ് അത്, സത്യം പറഞ്ഞാൽ. അതിലും ബ്ലണ്ടർ എന്താണെന്ന് അറിയാമോ? ആ ഒരു കീപ്പർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഗോൾ അടിച്ചു, 1-1 സമനില ആയിട്ടുള്ളൂ. ഇനിയും കളിയിലേക്ക് തിരിച്ചു വരാൻ അവസരങ്ങളുണ്ട്. റെഡ് കാർഡ് വാങ്ങിയിരിക്കാം. 11 പേരെ വെച്ചിട്ട് അൽ ഹിലാലിന്റെ ആ ഒരു അറ്റാക്കിങ്ങിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ടീം എങ്ങനെയാണ് ഒരു 10-50 മിനിറ്റ് 10-40 മിനിറ്റ് എങ്ങനെ കളിക്കും? 10 പേരെ വെച്ച് 30 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. എങ്ങനെ കളിക്കും? ഇമ്പോസിബിൾ ആയിരുന്നു. 2 ഗോൾ കൂടെ കൺസിഡർ ചെയ്തു. 1-നെതിരെ 3 ഗോളിന്റെ തോൽവി, എരന്ന് വാങ്ങിയ തോൽവി. അതല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. ഇതിനിടയ്ക്ക് റൊണാൾഡോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്കറിയാൻ വയ്യടി, ഇവന്മാർ ഭ്രാന്താണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഈ മാച്ചിൽ നന്നായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ജാവോ ഫിലിക്സിന്റെ എല്ലാ കളിയും പോയി. കഴിഞ്ഞ മാച്ചസിലൊക്കെ വളരെ വളരെ മോശം പെർഫോമൻസ് ആണ് ജാവോ ഫിലിക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാവോ ഫിലിക്സിന് അദ്ദേഹം കളിക്കുന്ന പൊസിഷൻ ഏതാണെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥ. അറ്റാക്കിങ്ങിൽ പല സമയത്ത് കാണാനില്ല. മിഡ്ഫീൽഡിൽ പോയി നിൽക്കുക. കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മിഡ്ഫീൽഡിലോട്ട് മാറിക്കോ. 13 ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. എല്ലാം ശരി തന്നെ, വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ അവസാനത്തെ 3 മാച്ചിൽ എന്തൊക്കെയോ കാണിക്കുന്നു. അതായത് ഞാനൊരു ഫോർവേഡാണ്, അപ്പൊ എൻ്റെ ജോലി എന്താണ്? അറ്റാക്കിങ്ങിലേക്ക് ബോളുകൾ എത്തിക്കുക, ഗോൾ അടിക്കുക എന്നതാണ്. അത് ചെയ്യുന്നേ ഇല്ല. പിന്നെ ഈ ഡിഫൻസിലായാലും മിഡിലായാലും കളിക്കുന്ന താരങ്ങൾക്ക് എന്തൊക്കെ അവർ പൊസിഷനിങ് ശരിയില്ല, സകലമാന പ്രശ്നമാണ്. കഴിഞ്ഞ ആ ഒരു ഈ അറബ് കപ്പ് ഉണ്ടല്ലോ, ഫിഫ അറബ് കപ്പിന് മുമ്പ് വരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ കളിച്ച ഒരു ടീമായിരുന്നു. ഇപ്പൊ അവർ കളിക്കുന്ന കളി എന്തോ വയ്യടെ, ആർക്കും എല്ലാത്തിനും വയ്യ. ഇനി മനസ്സിലേ ആകുന്നില്ല എന്താണ് സംഭവം. വരുന്ന ജനുവരിയിൽ ഈ താരങ്ങളെ എത്തിക്കാനായിട്ട് പൈസ ഇല്ലെന്ന് പറയുന്നുണ്ട്. എന്താവും അറിയാൻ പാടില്ല. എന്തായാലും ഈ വർഷം ഇനി ആ ഒരു സൗദി സൂപ്പർ കപ്പ്, അതായത് സൗദി പ്രോ ലീഗ്, അത് കിട്ടുമെന്ന് നോക്കുകയോ വേണ്ട, അത് പോയി, അത്ര വിചാരിച്ചാൽ മതി. ഇനി ഏതെങ്കിലും ഡൊമസ്റ്റിക് ട്രോഫിയോ, എന്തായാലും AFC കപ്പ് അതൊന്നും അടിക്കാൻ പോകുന്നില്ല. ഡൊമസ്റ്റിക് ട്രോഫി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അടിച്ചാലേ ഉള്ളൂ. അല്ലാത്ത പക്ഷെ എനിക്ക് തോന്നുന്നില്ല വേറെ ട്രോഫീസ് എല്ലാം കിട്ടുമോ. ഇത്തവണയും ഒരു ട്രോഫി ഇല്ല എന്നത് ആ ട്രോൾ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടേജ്.